റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. ലിയോ മാർപ്പാപ്പയുമായി സംയുക്ത പ്രാർത്ഥന നടത്തി ചാൾസ് രാജാവ്. 500 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഒരു ബ്രിട്ടീഷ് രാജാവ് മാർപ്പാപ്പയുമായി സംയുക്ത പ്രാർത്ഥന നടത്തുന്നത്. ലിയോ പാപ്പയുമായി സ്വകാര്യ സംഭാഷണവും ചാൾസ് രാജാവ് നടത്തി. ചാൾസ് രാജാവിനൊപ്പം കമീല രാജ്ഞിയും പാപ്പയെ സന്ദർശിച്ചു. 1534 ഹെൻറി 8 രാജാവ് റോമിൽ നിന്ന് വേർപിരിഞ്ഞതിനു ശേഷമുള്ള ആദ്യ സംയുക്ത പ്രാർത്ഥനയാണിത്. കഴിഞ്ഞ 3 പാപ്പമാരെയും ചാൾസ് രാജാവ് കണ്ടിട്ടുണ്ടെങ്കിലും സംയുക്ത പ്രാർത്ഥന നടത്തിയിരുന്നില്ല. ചാൾസ് രാജാവും കാമില രാജ്ഞിയും ഈ വർഷം ആദ്യം ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിച്ചിരുന്നു. കത്തോലിക്ക സഭയിലെ പ്രധാനപ്പെട്ട 4 പള്ളികളിലൊന്നായ റോമിലെ സെന്റ് പോൾ ബസിലിക്കയിലും ചാൾസ് രാജാവ് സന്ദർശിച്ചു. 5 നൂറ്റാണ്ടിന് ശേഷമുള്ള കൂടിക്കാഴ്ചയിൽ ഇരുവരും പരസ്പരം സമ്മാനങ്ങളും കൈമാറി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിച്ചില്ല എങ്കിൽ ഇന്ത്യ വലിയ വില നൽകേണ്ടി വരുമെന്ന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള തീരുവ ഇനിയും ഉയർത്തിയേക്കുമെന്നും ട്രംപ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചുവെന്നും അദ്ദേഹത്തോട് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും ട്രംപ് പറഞ്ഞു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് മോദി തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും അത് തുടർന്നാൽ അവർ വൻതോതിൽ താരിഫ് നൽകേണ്ടി വരുമെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ട്രംപിന്റെ വാദഗതികൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തള്ളിയിരുന്നു. ഇതേക്കുറിച്ച് ചോദിച്ചതിനോട് ഇനി അവർ അതാണ് പറയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് ഉയർന്ന താരിഫ് നൽകുന്നത് തുടരേണ്ടി വരും. അവർ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ഇന്ത്യക്ക് ആവശ്യമായ 1/3 എണ്ണയും വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണെന്നും എണ്ണയുടെ വാങ്ങൽ വഴി യുക്രൈനിലെ യുദ്ധത്തിന് റഷ്യയെ സഹായിക്കുകയാണ് ഇന്ത്യ ചെയ്യുന്നതെന്നും ട്രംപ് പറഞ്ഞു. ഗാസ ഉടമ്പടിക്കിടെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനോട് ഇന്ത്യ പ്രതികരിച്ചിരുന്നില്ല. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമെന്ന ഒറ്റ കാരണത്താൽ ഇന്ത്യക്ക് മേൽ അമേരിക്ക 50% ഇറക്കുമതി തീരുവ ചുമത്തിയിരുന്നു. പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കില്ലെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികൂല കാഴ്ചപ്പാടിന് വിപരീതമാണ് അമേരിക്കൻ പൊതുജനാഭിപ്രായമെന്ന് വ്യക്തമാക്കി റോയിറ്റേഴ്സ് ഇപ്സോപ്സ് പോൾ സർവേ. പലസ്തീൻ രാഷ്ട്രത്തെ അമേരിക്ക അംഗീകരിക്കണമെന്നും അതുവഴി മിഡിൽ ഈസ്റ്റിൽ ഒരു ദ്വിരാഷ്ട്ര പരിഹാരം ഉണ്ടാകണമെന്നും ഭൂരിഭാഗം അമേരിക്കക്കാരും ആഗ്രഹിക്കുന്നതായി പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. 6 ദിവസത്തെ പോളിൽ പങ്കെടുത്ത 59% പേർ പലസ്തീൻ രാഷ്ട്രത്തെ അമേരിക്ക അംഗീകരിക്കുന്നതിനെ പിന്തുണച്ചപ്പോൾ 33% പേർ ഇതിനെ എതിർത്തു. ബാക്കിയുള്ളവർ വിഷയത്തിൽ വ്യക്തതയില്ലാത്തവരോ ചോദ്യത്തിന് ഉത്തരം നൽകാൻ താല്പര്യമില്ലാത്തവരോ ആയിരുന്നു. ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽപ്പെട്ട 53% പേർ ഇതിനെ എതിർത്തപ്പോൾ 41% പേർ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. 2023 ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഗാസയിൽ നടന്ന യുദ്ധത്തിൽ 65,000-ലധികം പലസ്തീനികളെ ഇസ്രായേൽ കൊന്നൊടുക്കിയിരുന്നു. ഇതിനെ ന്യായീകരിച്ച ട്രംപിന്റെയും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെയും നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമാണ് പൊതുജനാഭിപ്രായം. പോളിൽ പങ്കെടുത്തവരിൽ 60% പേർ ഗാസയിലെ ഇസ്രായേൽ നടപടി അതിരുകടന്നതാണെന്ന് പറഞ്ഞപ്പോൾ 32% പേർ വിയോജിച്ചു. വെടിനിർത്തൽ കരാറിന് തൊട്ടുമുമ്പ് നടത്തിയ പോളിൽ ട്രംപിന്റെ വിദേശ നയത്തിന് 33% പിന്തുണ എങ്കിൽ പുതിയ റോയിറ്റേഴ്സ് ഇപ്സോസ് പോളിൽ 38% അത് ഉയർന്നു. റോയിറ്റേഴ്സ് ഇപ്സോസ് പോൾ ഓൺലൈനായാണ് നടത്തിയത്. പാകിസ്ഥാന്റെ അണുവായുധങ്ങൾ യുഎസിന്റെ നിയന്ത്രണത്തിലാണെന്നും മുൻ പാക് പ്രസിഡന്റ് പർവേസ് മുഷറഫും യുഎസും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി മുൻ CIA ഉദ്യോഗസ്ഥൻ ജോൺ കിരിയാക്കോ. പാകിസ്ഥാന്റെ അണുവായുധങ്ങളുടെ നിയന്ത്രണം യുഎസിന് കൈമാറിയത് മുഷറഫായിരുന്നുവെന്നും ഇദ്ദേഹം പറയുന്നു. അണുവായുധങ്ങളുടെ നിയന്ത്രണം ഭീകരർക്ക് ലഭിക്കാതിരിക്കാനാണ് ഈ നീക്കം നടത്തിയിരുന്നതാണെന്ന് ഇദ്ദേഹം പറയുന്നത്. 2002 താൻ പാകിസ്ഥാനിൽ ജോലി ചെയ്യുന്ന സമയത്ത് പാക് അണുവായുധ ശേഖരം പെന്റഗണാണ് നിയന്ത്രിച്ചിരുന്നതെന്ന് അനൌദ്യോഗികമായി തന്നോട് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. മുഷറഫിന്റെ സഹകരണമാണ് യുഎസിന്റെ കാര്യങ്ങൾ എളുപ്പമാക്കിയത്. നമ്മൾ ഏകാധിപതികളോടൊപ്പം പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. കാരണം അപ്പോൾ പൊതുജനാഭിപ്രായത്തെക്കുറിച്ചോ മാധ്യമങ്ങളെക്കുറിച്ചോ ആശങ്കപ്പെടേണ്ടതില്ല, കിരിയാക്കോ പറയുന്നു. സൈനികമായും സാമ്പത്തിക സഹായങ്ങളുമായി ദശലക്ഷക്കണക്കിന് ഡോളറാണ് യുഎസ് പാകിസ്ഥാൻ ആ സമയത്ത് നൽകിയിരുന്നത്. മുഷറഫുമായി കൂടിക്കാഴ്ച പലതവണ നടത്തുകയും യുഎസിന് ആവശ്യമുള്ളതെല്ലാം ചെയ്യാൻ അദ്ദേഹം അനുവദിക്കുകയും ചെയ്യുന്നുവെന്നും കിരിയാക്കോ കൂട്ടിച്ചേർക്കുന്നു. മുഷറഫ് ഒരു വശത്ത് യുഎസിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അൽഖ്വയ്ദയ്ക്കെതിരെ നടപടിയെടുക്കുകയും ഇന്ത്യയിൽ ഭീകരവാദം വളർത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നതായി കിരിയാക്കോ വ്യക്തമാക്കുന്നു. 2001 പാർലമെന്റ് ആക്രമണത്തിനും 2008 മുംബൈ ഭീകരാക്രമണത്തിനും ശേഷം ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുമെന്ന് യുഎസ് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത് സംഭവിച്ചില്ല. ഇന്ത്യയുടെ നയത്തെ CIA തന്ത്രപരമായ ക്ഷമ എന്നാണ് വിശേഷിപ്പിച്ചത്. പരസ്യലോകത്ത് ഇതിഹാസമായ പീയൂഷ് പാണ്ഡെ അന്തരിച്ചു. അണുബാധയെ തുടർന്നായിരുന്നു അന്ത്യം. ഫെവിക്കോൾ, ഏഷ്യൻ പെയിന്റ്സ് എന്നിവയുടേത് ഉൾപ്പെടെ ജനപ്രിയമായ ഒട്ടേറെ പരസ്യങ്ങൾ ഒരുക്കിയത് പീയൂഷ് പാണ്ഡെയാണ്. പീയൂഷ് പാണ്ഡെയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഒട്ടേറെ പേർ അനുശോചിച്ചു. രാജസ്ഥാനിലെ ജയ്പൂർ സ്വദേശിയാണ് അദ്ദേഹം. സഹോദരൻ പ്രസൂണിനൊപ്പം റേഡിയോ ജിംഗിളുകൾക്ക് ശബ്ദം നൽകിയായിരുന്നു പരസ്യ മേഖലയിലേക്കുള്ള ചുവടുവയ്പ്. പിന്നീട് അങ്ങോട്ട് ഒഗിൽവി എന്ന പരസ്യ ഏജൻസിയുടെ ഭാഗമായി ഇന്ത്യക്കാരുടെ മനസ്സിന് തൊട്ട നിരവധി പരസ്യങ്ങളിലാണ് അദ്ദേഹം സൃഷ്ടിച്ചത്. ഫെവിക്കോൾ, ഏഷ്യൻ പെയിന്റ്സ്, ഹച്ച്, വോഡാഫോൺ, കാഡ്ബറി, ബജാജ്, പോൺസ്, ലൂണ മോപ്പറ്റ്, ഫോർച്യൂണർ ഓയിൽ തുടങ്ങിയ ബ്രാൻഡുകൾക്കും ഗുജറാത്ത് ടൂറിസം വകുപ്പ് ഉൾപ്പെടെയുള്ള സർക്കാർ ഏജൻസികൾക്ക് വേണ്ടിയും അദ്ദേഹം പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി പദത്തിലെത്തിച്ച 2014 ആപ്കി ബാർ മോദി സർക്കാർ എന്ന ക്യാമ്പയിന്റെ സൂത്രധാരൻ പീയൂഷ് പാണ്ഡെയായിരുന്നു. പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ ഹർജി തീർപ്പാക്കി ഹൈക്കോടതി. കുട്ടിയെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുകയാണെന്ന് രക്ഷിതാവ് അറിയിച്ചതിനെ തുടർന്നാണ് ഇത് രേഖപ്പെടുത്തി ജസ്റ്റിസ് VG അരുൺ ഹർജിയിലെ തുടർ നടപടികൾ അവസാനിപ്പിച്ചത്. സർക്കാരും സ്കൂൾ അധികൃതരും നടപടികൾ അവസാനിപ്പിക്കുന്നതിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വമായ സമുദായ സൗഹാർദ്ദം നിലനിൽക്കുന്ന
നിൽക്കട്ടെ എന്നും കോടതി പറഞ്ഞു. സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി യൂണിഫോമിനൊപ്പം ശിരോവസ്ത്രം ധരിച്ചെത്തിയാണ് തർക്കത്തിന് കാരണമായത്. ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ പഠിക്കാനാവില്ലെന്ന നിലപാടായിരുന്നു സ്കൂൾ അധികൃതർ കാണിച്ചത്. ഇതേ തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ നോട്ടീസിനെ ചോദ്യം ചെയ്ത് സ്കൂൾ നൽകിയ ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നത്. ഹർജി പരിഗണിച്ചപ്പോൾ മധ്യസ്ഥ ചർച്ചയിലൂടെ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ തയ്യാറാണെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കുട്ടിക്ക് സ്കൂളിൽ തുടരാനാകില്ല എന്നും അതിനാൽ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുകയാണെന്നും രക്ഷിതാവ് അറിയിക്കുകയായിരുന്നു. കായിക വിശേഷങ്ങൾ. ചാമ്പ്യൻസ് ലീഗിൽ വിജയവഴിയിൽ തിരിച്ചെത്തിയ ലിവർപൂൾ. ഫ്രാങ്ക്ഫർട്ടിനെതിരായ മത്സരത്തിൽ തകർപ്പൻ വിജയം സ്വന്തമാക്കിയാണ് റെഡ്സ് തിരിച്ചുവരവ് ആഘോഷമാക്കിയത്. മത്സരത്തിൽ 1-5 ഗോളുകളുടെ വിജയമാണ് ലിവർപൂൾ സ്വന്തമാക്കിയത്. മറ്റു മത്സരങ്ങളിൽ ബാഴ്സലോണ 6-1 ഒളിമ്പിയാക്കോസിനെയും ആർസണൽ 4-0 അത്ലറ്റിക്കോയും പരാജയപ്പെടുത്തി. കരുത്തരായ റിയൽ മാഡ്രിഡും ജുവന്റസും തമ്മിലുള്ള മത്സരത്തിൽ 1-0 റിയൽ മാഡ്രിഡ് വിജയിക്കുകയായിരുന്നു. അതേസമയം ചെൽസി 5-1 അജാക്സിനെയും ബയേൺ മ്യൂണിക്ക് 4-0 ക്ലബ് ബ്രുഗിനെയും പരാജയപ്പെടുത്തി. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലിൻസ് ഐനാടൻ.